ശ്രീ രാഹുൽ ഈശ്വർ, എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കരണ ശുപാർശ എന്തായാലും ഇതിനകത്തുണ്ട്? ഇതിൽ ഹേമ തന്നെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ചും ട്രിബ്യൂണലിന്റെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ശുപാർശകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് എഴുതിയ ആളുകളിൽ നിന്ന് തന്നെ അവർ മാധ്യമങ്ങൾക്കുമായി കൊടുത്ത ഇന്റർവ്യൂകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്വദേശപരമായ ചില കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രോഗ്രസീവായി അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന് അനുകൂലമായി ഒരു സിനിമാ സംഘടന പോലും നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരു യൂട്യൂബർ, അധികം കാഴ്ചക്കാരൊന്നുമില്ലാത്ത ഒരു യൂട്യൂബർ മോഹൻലാൽ ചൂരൽമലയിൽ പോയതിനെ, മുണ്ടക്കയിൽ പോയതിനെ പരിഹസിച്ചതിന് അമ്മ കേസ് കൊടുത്തു, സിദ്ദിഖാണ് കേസ് കൊടുത്തത്, പോലീസ് ആക്ട് ചെയ്തു. മോഹൻലാലിനെ കുറിച്ച് ഒരു വാചകം ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞാൽ അവിടെ നോവുന്ന, അവിടെ പരാതി കൊടുക്കുന്ന ഈ സിനിമാ സംഘടന മൊത്തം സ്ത്രീകളുടെ സിനിമാ മേഖലയിലുള്ള മൊത്തം സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ പാകമാവുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ അതിൽ പറയുന്ന ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പോലും ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ അഭിലാഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പോസിറ്റീവ് വശങ്ങളുണ്ട്, അതേപോലെ ഗ്രേ ഏരിയാസും. അതുകൊണ്ടാണ് ഇതിലെ മധ്യപാത, ആ റിപ്പോർട്ടിൽ ആ ആക്ഷൻ എന്തൊക്കെ വേണമെന്നുള്ളതും റെക്കമെൻഡേഷൻസും രാഹുലിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. വൺ സൈഡഡ് അലിഗേഷൻസ് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വൺ സൈഡഡ് അലിഗേഷൻസിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാം. 2ാം പോയിന്റ് ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയാം. ആലങ്കാരികമായിട്ട് ഈ റിപ്പോർട്ടിൽ അഭിലാഷിനെതിരെ ഒരു പരാമർശം ഉണ്ടെന്ന് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്കതിൽ മറുപടി പറയാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. അതായത് എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തിന് എന്താണ് മറുപടി എന്ന് പറയാതെ തന്നെ ഞാൻ കുറ്റക്കാരനായി കരുതുന്ന ഇടത്തിലേക്ക് ഇത് പോകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. കാര്യം സമാനമായി നമ്മൾ പല വ്യാജ കേസുകളും കണ്ടു. നമ്മുടെ വിജയബാബുവിനെ കള്ളക്കേസിൽ വേട്ടയാടുന്നത് കണ്ടു, ഒമർ ലുലുവിനെ കള്ളക്കേസിൽ വേട്ടയാടുന്നത് കണ്ടു. പല കേസുകളിലും സമാനമായ സമ്മർദ്ദ തന്ത്രങ്ങളും മറ്റും. കള്ളക്കേസാണോ? ആ കേസിലൊക്കെ കോടതികൾ അവരുടെ ഉത്തരവ് പറയട്ടെ. നമ്മളിപ്പോ കള്ളക്കേസാണോ അല്ലാത്ത കേസാണോ എന്ന് ഇവിടുന്ന് ജഡ്ജ് ചെയ്യണോ? അതിന് നമുക്കൊരു ജുഡീഷ്യൽ സംവിധാനം ഇല്ലേ? അതിന് കോടതി പ്രസക്തമാണ്. കോടതി പോലീസ് വിജയബാബു കേസ് ചോദിച്ചത് മീഡിയക്കാരെ കാണിക്കാനല്ലേ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ്. എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതായത് പുരുഷൻ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. പുരുഷനെ തല്ലിയാൽ 4 ആളുകൾ കൈയടിക്കും. സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് പുരുഷനെ ഇകഴ്ത്തി കാണിച്ചാലും അവനെ താത്തി കെട്ടിയാലും അതിനൊരു വലിയ മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് എന്റെ വിഷമയുടെ കാര്യം. പോട്ടെ. ഇനി 2, 3, സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ ആകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാകരുത്. അവിടെയാണ് 2 കാര്യങ്ങൾ പ്രസക്തമായി പറയാനുള്ളത്. ഒന്ന്, അതിജീവിതയുടെ പേര് പറയരുത്, അല്ലെങ്കിൽ അതിജീവിതമാരുടെ പേര് പറയരുതെന്ന് പറയുന്നത് പോലെ ആരോപിതരുടെ പേരും അവർ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ പറയരുത്. കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഇവരുടെ പേരും പറയരുത്. അങ്ങനെ ഒരു നിയമമില്ല. IPC 228A അനുസരിച്ച് ഈ അതിജീവിതരായ മനുഷ്യരുടെ പേര് പറയരുത് എന്നുണ്ട്. മറിച്ചൊരു നിയമമില്ല. നമ്മൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയ പ്രശ്നം. ഇതാണ് ശ്രീ രാഹുൽ ഈശ്വർ, ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ശുപാർശ നൽകാൻ നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനാണ്, ഒരു കമ്മിറ്റിയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്മിറ്റിയാണ്. അവർ ഈ ലൈംഗിക അതിക്രമങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കും, അതിക്രമികളുടെ പേരെഴുതി വെച്ചിരിക്കും എന്നൊരു പ്രിസംഷന്റെ പുറത്താണ് പേടി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല എന്നാണ് ജസ്റ്റിസ് ഹേമ തന്നെയും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കാം എന്ന പേടിയിൽ ഇങ്ങനെ റിപ്പോർട്ട് തടഞ്ഞു വെക്കുന്നതിന്റെ യുക്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇത് ബ്ലാങ്കറ്റ് അലിഗേഷൻസ് വരുമോ, ആ അലിഗേഷൻസ് പൊതുസമൂഹം സത്യമെന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ച് ചില വ്യാജ കേസുകളുടെയോ അല്ലെങ്കിൽ മറ്റ് കേസുകളുടെയോ പശ്ചാത്തലത്തിൽ, വ്യാജമാണെന്ന് വിളിക്കേണ്ട ചില കേസുകളുടെ പശ്ചാത്തലത്തിൽ. അപ്പൊ ഇവിടെയാണ് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം. അവിടെയാണ് കോടതി കുറ്റക്കാരനെന്ന് പറയുന്നത് വരെ ഈ ആരോപിതന്റെ പേരും ലൈംഗിക കേസുകളിലോ ഇത്തരം കേസുകളിൽ പുറത്തുവിടരുത്. അതൊരു ഫെയർ ഡീൽ ആണല്ലോ. അതോടൊപ്പം 2, ഇനി ഒരു കാര്യം കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. എക്സ്പ്ലോയിറ്റേഷനും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ അടക്കമുള്ള സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻസ്, ആ കൺക്ലൂഷന് പുറത്ത് എന്ത് ആക്ഷനാണ് എടുക്കാൻ കഴിയുക, അതിന്റെ പുറത്തുള്ള നിയമനിർമ്മാണം, ഇവർക്കുള്ള അസിസ്റ്റൻസ്, കമ്മിറ്റി ഫോർമേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകൾ ഉണ്ടാക്കാനോ ഇക്കിളിപ്പെടുത്തുന്ന പേരുകൾ ഉണ്ടാക്കാനോ ഏതെങ്കിലും പ്രമുഖ ആൾക്കാരെ കരിവാരിത്തേക്കാനോ വളഞ്ഞ വടിയായി മാറരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് സബ്മിഷൻ. ശരി, അല്ല അത് അങ്ങനെയാണ് എന്ന് എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഞാൻ അതിലേക്ക് വരാം.